ഒരു പഴഞ്ചൊല്ലുണ്ട്, ചാണാക്കുഴിയിൽ ആരും വളമിടാറില്ലല്ലോ എന്ന്. അഭിവന്ദ്യ പിതാവിൻ്റെ ദുഃഖവല്ലിയുടെ സന്ദേശത്തിന് ശേഷം ഔദ്യോഗിക പ്രബോധനം അനുസരിച്ച്, സഭയുടെ ഔദ്യോഗിക പ്രബോധനം അനുസരിച്ച് മെത്രാന്റെ സന്ദേശത്തിന് ശേഷം വൈദികൻ നൽകുന്ന പ്രബോധത്തിന് യാതൊരു അർത്ഥവുമില്ല. എങ്കിലും ദുഃഖവെള്ളി ആഴ്ചയായതുകൊണ്ടും ഭാഷയുടെ വ്യത്യാസത കൊണ്ടും നമുക്ക് ദുഃഖവെള്ളി ആഴ്ചയുടെ സന്ദേശത്തെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ബഹുമാനം അഭിവന്ദ്യ പിതാവ് പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ വിളിയെ ഏത് അവസ്ഥയാണെങ്കിലും അതിനെ ഉൾക്കൊള്ളുവാനും ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും ദുഃഖവെള്ളിയാഴ്ചയുടെ സ്മരണയോടുകൂടി ഏറ്റെടുക്കുവാനുമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വലിയ തിയോളജി ഒന്നും പറയുന്നില്ല, ചെറിയ ചെറിയ അനുഭവങ്ങൾ മാത്രം പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വളരെയേറെ വിലപ്പെട്ട ഒരു ദിവസമായിരുന്നു. നിങ്ങൾക്ക് ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയാവുന്നതുപോലെ ഇന്നലെ എൻ്റെ പൗരോഹിത്യത്തിന്റെ 6ാം വാർഷികമായിരുന്നു. അപ്പോൾ തീർച്ചയായും ഉജ്ജയിനിൽ നിന്ന് യാത്രയായപ്പോൾ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. ഉച്ച കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കാണ് ടെൻഷൻ ഉണ്ടായിരുന്നു. ദൈവമേ, ഇന്ന് കുർബാന ചെല്ലാൻ പറ്റിയല്ലേ, എൻ്റെ ഒരു പ്രിയപ്പെട്ട ദിവസമാണല്ലോ, എനിക്ക് കുർബാന ചെല്ലാൻ പറ്റില്ലേ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എന്നാണെങ്കിലും കുർബാനയിൽ ഒരു സൈഡിൽ ഒത്തിരി അച്ഛന്മാരുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പോൾ കുർബാന സൈഡിൽ നിന്ന് എനിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കണം. എൻ്റെ പൗരോഹിത്യ ദിനമാണ്. എൻ്റെ മാതാപിതാക്കന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ദൈവം നൽകിയ അനുഗ്രഹങ്ങളെയോ നന്ദി പറയുവാനുമായിട്ട് ദിവസം പരിശ്രമിക്കാമെന്ന് ഓർത്തിങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എന്നോട് അച്ഛൻ പറയുന്നത്, അച്ഛാ ഇന്ന് അച്ഛനാണ് മെയിൻ സെലിബ്രന്റ്, മുഖ്യ കാർമ്മികനെന്ന്. ബമ്പർ ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു എനിക്ക്. അധികമൊന്നും പ്രകടിപ്പിച്ചില്ല. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല. ഒത്തിരിയേറെ ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കുന്നു, പാട്ട് പാടാൻ വലിയ പരിചയമില്ല. മിഷൻ പ്രദേശത്ത് നിന്നാണ്, മലയാളം കുർബാന അങ്ങനെ ചെല്ലാറില്ല, ഹിന്ദിയിലാണ് ചെല്ലാറുള്ളത്. അതുകൊണ്ട് മറ്റച്ഛന്മാർ പറഞ്ഞു ഞങ്ങളൊക്കെ പാടിക്കോളാം, പേടിക്കണ്ടാണ്. അങ്ങനെ ചൊല്ലി. അന്നേരം പറഞ്ഞു, അച്ഛാ കാലുകൈകൾ ശുശ്രൂഷയും അച്ഛൻ തന്നെ നടത്തണം. അതിൽ സൂപ്പർ ബമ്പർ ലോട്ടറി ആയിരുന്നു. കാരണം പൗരോഹിത്യ ദിനത്തിന്റെ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെയും പൗരോഹിത്യ സ്ഥാപന ദിനത്തിലും കാലുകൈകൾ ശുശ്രൂഷ പങ്കെടുക്കുവാന്, അത് ചെയ്യുവാനുള്ള കർമ്മം ദൈവം നമുക്ക് നൽകിയ എൻ്റെ പൗരോഹിത്യത്തെ കുറിച്ച് ആഴമായി ചിന്തിക്കുവാനുള്ള അവസരമായിരുന്നു. സത്യം പറഞ്ഞാല് ഞാൻ ഇന്നലെ നമ്മുടെ ജീവിതത്തിന്റെ വിരോധാഭാസത്തെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഉജ്ജയിനിൽ നിന്ന് ഇങ്ങ് വണ്ടി കയറിയപ്പോൾ ബഹുമാനപ്പെട്ട ജോസുകുട്ടിയെ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങ് പോരാമെന്ന് പറഞ്ഞതിന്റെ ഒരു ശുദ്ധമായ ഒരു അർത്ഥമുണ്ട്. ഞാൻ ഉജ്ജയിനിലാണ്, അരമനയിൽ അവിടെ കത്തീഡ്രല് ഒരു പള്ളിയുണ്ട്. കത്തീഡ്രലില് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാല് ബാക്കിയുള്ള സ്ഥലങ്ങളില് ചെറിയ ചെറിയ മിഷൻ സെന്റേഴ്സ് ആണ്. അവിടെ എല്ലാം നമുക്ക് പള്ളിയുണ്ട്. 20, 25, 30 കിലോമീറ്ററിനിടയ്ക്ക് ഞങ്ങളുടെ രൂപതയിലെല്ലാം പള്ളിയുണ്ട്. എന്നാൽ ഈ പള്ളിയിൽ ഒരു സത്യം പറയട്ടെ, ഈ വലിയ ആഴ്ചയിലെ പെസഹ വ്യാഴാഴ്ച കാല് കഴുകാൻ 12 പേരെ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ പൗരോഹിത്യത്തിന്റെ ശൂന്യതാബോധം ഏറ്റവും അനുഭവപ്പെടുന്ന ഒരു നാളുകളാണ് ഈ വലിയ ആഴ്ച. എന്റെ ഈശോയെ, തമ്പുരാന് വേണ്ടിയിട്ട് വൈദികനായിട്ട് ഇത്രയും പേര് പോലും ഇല്ലേ, കാല് കഴുകുന്ന ചുംബിക്കാൻ പോലും ആൾക്കാരില്ലേ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ കാല് കഴുകാൻ ആളെ കിട്ടിയത് എനിക്ക് ബമ്പർ ലോട്ടറി അടിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ദൈവജനം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോകുവാനായിട്ട്, ദൈവമേ അങ്ങേക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്, ദൈവജനത്തിന് വേണ്ടുന്ന ഇടത്തേക്ക് എന്നെ വിടണമേ. കാരണം അരമനയിലായതുകൊണ്ട് പിതാവുണ്ട്, മറ്റുള്ളവരുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ വലിയ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് വിടണേ തമ്പുരാനോട് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇത്രയേറെ വലിയ ജനം കിട്ടിയത്. അവിടെ പള്ളിയുമുണ്ട്, സൗകര്യങ്ങളുമുണ്ട്, എന്നാൽ ദൈവജനമില്ല. എന്നാൽ ഇവിടെ ദൈവജനം ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നു. എന്നാൽ ഇവിടെ ദൈവജനത്തിന് ഇരിക്കുവാനും വചനം ശ്രമിക്കുവാനുമായിട്ട് സ്കൂളും ഏറ്റവും വരാന്തിയും മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഇതാണ് വിരോധാഭാസം, ഇതാണ് വൈരുദ്ധ്യം. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച വൈരുദ്ധ്യങ്ങളുടെ ദിനമാണിന്ന്. എല്ലാം ഉണ്ടായിരുന്ന സർവശക്തനായ ദൈവം ഒന്നുമില്ലാത്തവനായി, എല്ലാവരാലും തിരസ്കൃതനായി കുരിശിന്മേൽ തറയ്ക്കപ്പെട്ട് നിന്ദിക്കുകയും തുപ്പുകയും ചെയ്ത് ദാരുണമായ മരണം വഹിച്ച ഒരു പുണ്യ ദിനമാണിന്ന്.